170 രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില 10 രൂപ കൂട്ടി 150 രൂപയ്ക്ക് അല്ലേ, 180 രൂപയ്ക്ക്. റബ്ബറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്ര അറിയോ? 210 രൂപ, 208, 210, 208 ഇപ്പോൾ ഇന്നത്തെ വില. 208 രൂപയാണ്. അപ്പം ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട്? ഓൾറെഡി ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ 28 രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. 170 രൂപ 10 രൂപ കൂട്ടി 180 രൂപ ആക്കി. എന്തിനാ ഇവരുടെ പൈസ എന്തിനാ? മാർക്കറ്റിൽ പോയാൽ 208 രൂപ കിട്ടും. ഈ പ്രസ്താവന നിങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം കേൾക്കുക. ഇത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ്. തറവില 170 നിന്ന് 180 ആക്കി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഏതാണ്ട് 200 മേലെ വിലയുണ്ട്. അപ്പം എന്തിനാണ് ഈ തറവില? സത്യത്തിൽ ഇദ്ദേഹത്തിന് തറവില എന്താണെന്ന് പോലും അറിയാണ്ടാണ് ഈ പറയുന്നത്. എന്താണ് നമ്മൾ തറവില എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു വിറ്റ് പോകുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് തറവില. അതായത് അതിന് താഴേക്ക് വില പോവില്ല. അതാണ് സാധാരണയായിട്ട് നമ്മൾ തറവില എന്ന് പറയുന്നത്. അത് നിയമം മൂലം ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി മൂലം അത് തയ്യാറാക്കുന്ന വിലയാണ്. ആ വിലക്ക് മുകളിൽ എത്ര വില വേണമെങ്കിലും വരാം. അത് ആ സാധനം ഈ കർഷകനോ മറ്റുള്ളവർക്കോ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. അത് 200, 300, 400 മേലേക്ക് എത്ര വേണമെങ്കിലും ഈ വില പോകും. പക്ഷേ താഴേക്ക് 180 കുറവായി ഈ വില പോകില്ല എന്നാണ് അർത്ഥം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് തറവില 180 ആക്കി, പക്ഷേ മാർക്കറ്റിൽ 200 ഉണ്ട്. പിന്നെ ഇതിനാ തറവില നിശ്ചയിച്ചെന്ന്. ഇദ്ദേഹത്തെ പറ്റി നമ്മളിപ്പോൾ എന്താ പറയുക? ഇത്രയ്ക്കും വിവരമില്ലാത്തവനാണ് ഈ പ്രതിപക്ഷ നേതാവെന്നാണ് സത്യത്തിൽ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇത്രയ്ക്ക് വിവരമില്ല ഇദ്ദേഹത്തിന്. തറവില എന്താണെന്ന് അറിയാത്ത തറയാണോ ഈ പ്രതിപക്ഷ നേതാവ്?